സാർ. ഇവിടെ പ്രവീണ DOSP എത്തിയിട്ടുണ്ടോ? മാഡം SP സാറും റൂമിലുണ്ട്. നിസാർ സാറും വന്നിട്ടുണ്ട്. ഓക്കെ. കേറി ചെല്ലടോ. വിത്തിൻ 24 hours അവൻ എവിടെയാണെങ്കിലും പൊക്കി എന്റെ മുമ്പിൽ കൊണ്ടുവരണം. മനസ്സിലായോ? സാർ, അത് പെട്ടെന്നുള്ളൊരു അറ്റാക്ക് ആയിരുന്നു. തന്റെ ഈ സ്വഭാവത്തിന് ഒരു പോലീസ് പണിയല്ല. യൂണിഫോം അഴിച്ചു വെച്ച് വേറെ വല്ല പണിക്കും പോടോ. സർ വടി പോലെ നിൽക്കാതെ അവൻ എവിടാന്ന് വെച്ചാൽ പൊക്കിക്കൊണ്ട് വാടോ. രമ്യ എടുത്തോ, ഒന്ന് മതി. താങ്ക് യു. ആ എടുത്തോ. താങ്ക്സ്. എടുക്ക് വിലാസിനി. ഇങ്ങോട്ട് കൊണ്ടുപോടോ. ആ എന്താണോ വിശേഷം? സാറേ, ഞാനൊരു പുതിയ കാറങ്ങ് വാങ്ങി. ഇനി മഴയാന്നും പറഞ്ഞ് താമസിക്കരുത്, നേരത്തെ എത്തിയേക്കണം. എൻ്റെ പൊന്ന് സാറേ, ആ പേട്ട് ഡോക്ടറിൽ നിന്ന് വാങ്ങിയ ചൊക്കട സ്കൂട്ടർ കൊടുത്തിട്ട് ഒരു കാറ് വാങ്ങാൻ എത്ര കാലമായിട്ട് പറയുന്നു. ഒന്നുമില്ലേലും സാർ ഇവിടുത്തെ ഒരു മുതലാളിയല്ലേ. അതൊന്നും വേണ്ടടോ. ഈ സ്ഥാപനം എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ അച്ഛൻ വീടുകളിൽ ഇൻസ്റ്റാൾമെൻ്റായിട്ട് തുടങ്ങിയ കച്ചവട. പിന്നെയാണ് ഞാനിവിടെ ഒരു കട തുടങ്ങിയത്. അതൊക്കെ അറിയാം. അതിപ്പോൾ ഈ നിലയിലായി. അതുകൊണ്ട് ഞാൻ സ്കൂട്ടറിൽ വരുന്ന മുതലാളി ആയിക്കോളാം. അല്ല സാറേ, ഞാൻ പോയാ തിരുപ്പൂരിൽ നിന്ന് കെട്ടൊക്കെ ഇറക്കി വെക്കും. ഓ, വെറുതെ കഥ പറഞ്ഞ സമയങ്ങളേതാ. ചെല്ലിയല്ലേ. അതൊക്കെ ഞാൻ. ആരാ നിങ്ങളുടെ ഓണർ? വരണം സാർ. എന്താ സാർ? ജോജി എവിടെ? അറിയില്ല സാർ. മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ തന്നെ തന്റെ മോളെ കൂട്ടുപ്രതിയാക്കും. സത്യമായിട്ടും എനിക്കറിയില്ല സാർ. അറിയാത്തതാണോ അതോ അറിയില്ലെന്ന് നടിക്കുന്നതാണോ? ചോദിക്കണ്ടല്ലോ, ചോദിച്ചാലോ സാറേ. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്പൊ തന്നെ സ്റ്റേഷനിൽ അറിയിക്കണം. ശരി സാർ. ശരി, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഞാൻ വിളിക്കാം. താനൊക്കെ എന്തിനാടോ ഈ നക്ഷത്രം തോളത്തൂക്കി നടക്കുന്നത്? മീഡിയക്ക് ഇനി ഒരാഴ്ചത്തേക്ക് സർക്കാരിന്റെ മേൽ കുതിര കയറാൻ ഇത് മതി. ആഭ്യന്തര വകുപ്പിന്റെ പരാജയം സർക്കാരിന്റെ പിടിപ്പുകേടെന്ന് പറഞ്ഞ് അവരങ്ങ് ആഘോഷിക്കും. പോലീസ് പ്രതിയുടെ പുറകെ തന്നെ ഉണ്ട് സർ. ഉടൻ കസ്റ്റഡിയിലെടുക്കും. സർക്കാരിന്റെ പുറത്തോട്ടാണോടോ താനൊക്കെ ഓട്ട മത്സരം നടത്തുന്നത്? തനിക്കിങ്ങനെ സാർ എന്ന് പറഞ്ഞു തന്നാ മതിയല്ലോ. ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് ഞാനാ. വിതിൻ 24 hours പ്രതിയെ കണ്ടെത്തിയില്ലെങ്കിൽ തന്റെ തലയിൽ തൊപ്പി കാണില്ല, കേട്ടോടോ സർ. പാലം പണിയൊന്നും അടുത്ത കാലത്ത് നടക്കുന്നില്ല. ചുമ്മാ നമ്മളെ ഇതാക്കാൻ വേണ്ടി. കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ? ഇവനല്ലേ ജോസ് ഏതാ കൊലക്കേസിൽ പ്രതി? നീ വാർത്ത കണ്ടില്ലേ? ആള് തന്നെ. ഇവൻ തന്നെയാ അത്. അമ്മച്ചേ, അവനാ കൊലക്കേസിലെ പ്രതിയാ. അവനെയും കൊണ്ട് ഇവിടുന്ന് പോകും സാർ. അവന് ഈ ഏരിയ വിട്ടു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ആ ഭാഗത്ത് സെർച്ച് ചെയ്യും. നിങ്ങൾ ഇതുവഴി ചെല്ലും. ശരി സാർ. ഏത് സമയത്ത് ഇവനൊക്കെ വിട്ടോ. അമ്മച്ചി ഇവിടെ താടി വെച്ചൊരു പയ്യൻ വന്നിരുന്നു. അങ്ങോട്ടൊരു പയ്യൻ ഓടിപ്പോന്ന കണ്ടു. വാ. തനിക്കൊക്കെ വല്ല സെക്യൂരിറ്റി പണിക്കും പോയിക്കൂടെ? ഒരു പ്രതിയെ കൊണ്ടുപോകാൻ അറിയത്തില്ലെങ്കിൽ താനൊക്കെ ഈ പണി കളഞ്ഞേച്ചു പോ. നിസാറില്ലേ അവിടെ? ഫോൺ കൊടുക്ക. നിസാർ, ഞാനിപ്പോ വരാം. ലായക്കാട് ഏരിയയിലെത്തിയോ? വിടരുതവനെ. ഉടൻ കസ്റ്റഡിയിലെടുത്തോണം. ഓക്കെ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും സാർ. സർ, താനൊക്കെ എവിടെ നോക്കിയാടോ ഒരു പ്രതിയെ കൊണ്ടുപോകുന്നത്? തന്റെയൊക്കെ ശ്രദ്ധക്കുറവ് മൂലം മോളിൽ നിന്ന് കേട്ടത് മുഴുവൻ ഞാനാ. എടോ, എന്തെങ്കിലും ഒന്ന് പറ.
കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ വേഗം അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ നോക്ക്. സർ. ജോജി, ജോജി, എന്താ ജോജി, എന്താടി ഇപ്പൊ വരാ നിക്ക്. എന്താ എന്തു പറ്റി? എന്തിനാ കരയുന്നത്? എന്താ പ്രശ്നം പറ. നീ ഇന്ന് കരയാ കാര്യം പറ. അവൻ, ആര്? ആ സ്റ്റീഫൻ. ഞാൻ പറഞ്ഞിട്ടില്ല, അവനെന്നെ തല്ലി. തല്ലിയോ? എന്തിന്? ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി അവനെന്നെ ഫോളോ ചെയ്ത് വന്നു. കാറ് കയറാൻ അനുവദിച്ചു. പറ്റില്ലെന്ന് പറഞ്ഞപ്പോ എന്നെ പിടിച്ചേറ്റാൻ ശ്രമിച്ചു. അവനിപ്പോ എവിടെ ഉണ്ടാവും? ചേട്ടാ, ഈ സ്റ്റീഫൻ റൂം ഏതാ? ഇവിടുന്ന് ലെഫ്റ്റ്. താങ്ക്സ് ചേട്ടാ.